സത്യത്തിൽ വർത്തമാനകാലത്തിലെ ലോകത്തിനെ രണ്ടായി കൃത്യമായി വിഭജിക്കാമെങ്കിൽ അത് മൊബൈൽ ഫോണിൻ്റെ കണ്ടെത്തലിന് മുമ്പും അതിനുശേഷവും എന്നിങ്ങനെ വിഭജിക്കേണ്ടിയിരിക്കുന്നു. പരസ്പരം മുഖത്ത് നോക്കുവാൻ സമയം കിട്ടാതെ മുഖപുസ്തകങ്ങളിൽ മുഖം പൂഴ്ത്തിപ്പോകുന്നവരുടെ ഒരു ലോകമാണല്ലോ ഇന്നത്തെ കുട്ടികളുടേത്. അവർ ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളിൽ മുതിർന്നവരെ പോലെ വെയിലത്ത് ഓടിക്കളിച്ചല്ലല്ലോ, ബ്ലൂ വെയിലത്ത് ഓടി മരിച്ചാണല്ലോ വളരുന്നത്. അതത്ര കണ്ട് ഭാഗ്യം ചെയ്ത ഒന്നായി കരുതാൻ എനിക്ക് കഴിയില്ല. മാത്രമല്ല, അതുകൊണ്ടുണ്ടാകുന്ന ഒരു അപകടം എന്നത് പ്രിയപ്പെട്ട ഈ വേദിയുടെ അവതാരകയായ കുട്ടിക്ക് മൊബൈൽ ഫോണിലെ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ആണ് മനുഷ്യരെ അളക്കുന്നതിനുള്ള ആധാരം. 15 വർഷങ്ങൾക്ക് മുമ്പുള്ള വിവരങ്ങളാണ് ആ കുട്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ വലിയ വിദ്യാഭ്യാസം ഒരു മത്സര പരീക്ഷകളും നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കുന്നില്ല. ഈ ദിവസം ഇവിടെ രക്ഷകർത്താക്കൾ ഒരുപാട് പേരുണ്ട്. കുറേ പേർക്ക് CH പറഞ്ഞു താഴെ തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ നേരിട്ട് കാണാനുള്ള അവസരവും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മധ്യാഹ്നം ഏറെ സമ്പന്നമാണ്. അതിന് കാരണം ഈ വേദിയിൽ ആ കസേരയിലിരുന്ന് അമൃതയെയും ശാരികയെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഡോക്ടർ ഷ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സർജൻ, അദ്ദേഹത്തിൻ്റെ ജീവിത പുസ്തകം ഓർമ്മ വന്നു. അത് ഈ മൊബൈൽ ഫോണിനൊക്കെ മുമ്പുള്ള കാലമാണ് കേട്ടോ. നമ്മുടെ GPS ഒക്കെ കാറുകളിൽ ഉണ്ടാകുന്നതിന് ഒക്കെ വളരെ മുമ്പുള്ള കാലമാണ്. വളരെ പ്രശസ്തനായ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനായിരുന്നു ഡോക്ടർ ഷ്മിറ്റ്. പാരീസിലെ പ്രശസ്തമായ ആശുപത്രിയിൽ ലോകമെമ്പാടുമുള്ള നിരവധി വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പുതുപാഠങ്ങളുടെ, പുതു സിദ്ധാന്തങ്ങളുടെ, പുതു ശസ്ത്രക്രിയാ രീതികളുടെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ സമ്മാനിക്കുന്ന മഹാനായ സർജനായിരുന്നു അദ്ദേഹം. ലണ്ടനിൽ നടക്കുന്ന ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് ഔപചാരിക ക്ഷണം ലഭിക്കുകയും അദ്ദേഹം അവതരിപ്പിക്കുന്ന പ്രത്യേക പേപ്പർ കേൾക്കുവാൻ പല സ്ഥലങ്ങളിൽ നിന്നും വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ ലണ്ടനിൽ എത്തിച്ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു. സർജറിക്ക് വേണ്ടി പാരീസിൽ നിന്ന് ലണ്ടനിലേക്ക് രാത്രി വൈകിയുള്ള ഒരു വിമാനത്തിൽ പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുത്ത ഡോക്ടർ ഷ്മിറ്റിന് അന്ന് ലഭിച്ച ഫോൺ കോൾ പ്രസിഡന്റിൻ്റെ ഓഫീസിൽ നിന്നായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഓഫീസിൽ നിന്ന് വന്ന അടിയന്തിരമായ ഫോൺ കോൾ ഫ്രാൻസിലെ ഉന്നതനായ ഒരു വ്യക്തിക്ക് ഒരു അടിയന്തിര ശസ്ത്രക്രിയ വേണ്ടി വരുന്നു, അത് ഡോക്ടർ ഷ്മിറ്റ് താങ്കൾ തന്നെ നിർവഹിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. പ്രസിഡന്റ് എന്ന പ്രഥമ പൗരൻ്റെ നിർദ്ദേശം അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്ത ഡോക്ടർ ഷ്മിറ്റ് താനെന്ന ഡോക്ടറിൻ്റെ കർത്തവ്യം കൂടിയാണത് എന്ന് മനസ്സിലാക്കി ഏറെ നേരം നീണ്ടുനിന്ന ശസ്ത്രക്രിയ നടത്തുകയും ശസ്ത്രക്രിയ വിജയിക്കുകയും ചെയ്തു. ആശുപത്രിയുടെ പുറത്തേക്കിറങ്ങി വിമാനത്താവളത്തിലേക്ക് കുതിച്ചെത്തിയ ഡോക്ടർ ഷ്മിറ്റിന് പക്ഷേ ചാൾസ് ഡിഗാൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് നിരാശനാകേണ്ടി വന്നു. കാരണം തനിക്ക് ലണ്ടനിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനം പോയി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം ലണ്ടനിൽ നടത്തേണ്ട പ്രഭാഷണത്തിനു വേണ്ടി സജ്ജനായ ഡോക്ടർ ഷ്മിറ്റ് അതിരാവിലെ ഏർലി മോർണിംഗിൽ പാരീസിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് പുറപ്പെടുന്ന ഒരു വിമാനത്തിൽ ഒരു ടിക്കറ്റ് തരപ്പെടുത്തി മാഞ്ചസ്റ്ററിലെത്തി. മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിലേക്ക് റോഡ് മുഖാന്തിരം യാത്ര ചെയ്യണം. അന്ന് ആ കാലഘട്ടത്തിൽ 7-8 മണിക്കൂറുകളോളം നീണ്ട യാത്രയാണത്. മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയ ഡോക്ടർ ഷ്മിറ്റിനെ തേടിയെത്തിയത് വളരെ അശുഭകരമായ ഒരു വാർത്ത. പതിവില്ലാത്ത വണ്ണം UK-യിൽ അന്ന് ടാക്സി സമരം നടക്കുന്ന ദിവസം. ടാക്സികൾ പണിമുടക്കായപ്പോഴും നിരാശനായ ഷ്മിറ്റിനെ തേടി മറ്റൊരു ഡിവൈൻ സിഗ്നേച്ചർ വന്നു. അത് റെന്റേ കാർ സർവീസുകൾ അവിടെ സുലഭമായുണ്ട്. നിങ്ങളുടെ ക്രെഡൻഷ്യൽസ്, രേഖകൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി ഡ്രൈവ് ചെയ്തു പോകാൻ കഴിയുന്ന റെന്റേ കാർ സർവീസ് ലഭിക്കും. അങ്ങനെ ഒരു കാർ കുറച്ചു നേരം കഴിഞ്ഞ് വാടകയ്ക്ക് കിട്ടിയ ഡോക്ടർ ആ കാർ ഓടിച്ച് ലണ്ടനിലേക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS ഒന്നുമില്ല. ചൂണ്ടുപലകകളാണ് വഴികാട്ടികൾ. പതിവില്ലാത്ത വണ്ണം പെയ്ത ഘോരമായ മഴ. ഇംഗ്ലണ്ടിലെ മഴകൾ പൊതുവെ വെള്ളത്തിനേക്കാൾ കൂടുതൽ ആലിപ്പഴത്തിൻ്റെ കണങ്ങൾ ചൊരിയുന്നവയാണ്, മഞ്ഞ് കണങ്ങൾ ചൊരിയുന്നവയാണ്. ആ വഴിയിൽ എവിടെയോ വെച്ച് ഒരു ചൂണ്ടുപലകയുടെ ദിശ മാറിക്കിടന്നത് കൊണ്ട് വഴിതെറ്റിപ്പോയ ഡോക്ടർ ഷ്മിറ്റ് വഴിതെറ്റി എന്നറിയാതെ ദീർഘദൂരം സഞ്ചരിച്ചു. മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. കാറിന് മുന്നിലെ കാഴ്ചകളെല്ലാം പട്ടാപ്പകലിലും കടുത്ത കൂരിരുട്ട് വന്ന് മറച്ചുകൊണ്ടിരുന്നു. മഞ്ഞുപാളികൾ കണ്ണുകളെ മൂടിക്കൊണ്ടിരുന്നു.
എങ്ങോട്ട് പോകണമെന്നറിയാതെ വണ്ടി ഓടിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ ഷ്മിറ്റിന് ഇനി 1 ഇഞ്ച് പോലും മുന്നോട്ട് വണ്ടി ഓടിക്കാൻ കഴിയാത്ത വണ്ണം കാഴ്ച തടസ്സപ്പെടുന്ന അവസ്ഥയെത്തിയപ്പോ റിബൺ പോലെ കിടന്ന ആ നിരത്തിന്റെ ഒരു വശത്ത് പ്രദേശത്ത് ഒരൊറ്റ വീടിൽ ഒരു വെളിച്ചം മിന്നുന്നത് കണ്ട ഡോക്ടർ ഷ്മിറ്റ് ആ വീട്ടിനരികിൽ വണ്ടി നിർത്തി. മതിലുകളില്ലാത്ത ആ വീടിലേക്ക് കയറി ചെന്ന് ബെല്ലിൽ വിരലമർത്തിയ ഷ്മിറ്റിന്റെ മുന്നിലേക്ക് കതക് തുറന്നെത്തിയത് ഒരു മധ്യവയസ്കയായ സ്ത്രീയാണ്. ഷ്മിറ്റ് അവരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ ലണ്ടനിലേക്ക് പോകുന്ന വഴിയാണ്, കാഴ്ച തീരെ സൗകര്യപ്പെടുന്നില്ല, എനിക്കെൻ്റെ വാഹനം തുടച്ചു വൃത്തിയാക്കാനുള്ള സൗകര്യം ഉണ്ടാകണം, അല്പനേരം വിശ്രമിക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, താങ്കൾക്ക് 3.5 മണിക്കൂർ മുൻപ് തന്നെ വഴി തെറ്റിപ്പോയിരിക്കുന്നു, ഇനി ഒരു കാരണവശാലും താങ്കൾ ലണ്ടനിൽ എത്തില്ല ഇന്ന് രാത്രി. കാരണം തിരികെ അത്രത്തോളം ദൂരം തിരികെ പോയി വേണം ശരിയായ വഴിയിലൂടെ പോകാൻ. യാത്ര ഒട്ടും സാധ്യമല്ലാത്ത കാലാവസ്ഥയിൽ അകത്ത് കയറിയിരുന്നപ്പോൾ ഡോക്ടർ ഷ്മിറ്റിന് അവർ കുടിക്കാൻ എന്തോ കൊണ്ടുകൊടുത്തു, ചൂടുവെള്ളമോ ചായയോ കൊടുത്തു കാണും. അദ്ദേഹം അത് കുടിച്ചു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, ക്ഷമിക്കൂ, കുറച്ചു നേരം എന്നോട് ക്ഷമിക്കൂ എന്ന് ആവശ്യപ്പെട്ട് അവർ അകത്ത മുറിയിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷ കടമെടുത്താൽ, ഐ ഹാവ് നെവർ ഹേർഡ് എ ഹോർഡ് ഡൗൺ പോർ ബിഗർ ദാൻ ദ ക്രൈ. ഇതിനേക്കാൾ, അവരുടെ കരച്ചിലിനേക്കാൾ കൂടുതൽ രൂക്ഷമായ ഒരു മഴയെ, ഒരു വർഷാഘാതത്തിന് ഞാനതിന് മുൻപ് കേട്ടിട്ടില്ല. ഒരു പേമാരിയെ പോലെയാണ് ആ സ്ത്രീ പ്രാർത്ഥിച്ചത്. നിലവിളിച്ചും കരഞ്ഞും അലറി വിളിച്ചും കൊണ്ട് ആ സ്ത്രീ പ്രാർത്ഥിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞവർ തിരിച്ചു വന്നു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. വീണ്ടും അകത്ത് പോയി പ്രാർത്ഥിക്കുകയാണ്. അലറി വിളിച്ചാണ്, കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തൻ്റെ ലണ്ടനിലേക്കുള്ള യാത്ര എന്തായാലും പൂർണ്ണമായി അതിൻ്റെ സാധ്യതകൾ അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഷ്മിറ്റ് തിരികെ മാഞ്ചസ്റ്ററിലേക്ക് പോകാനും അവിടെ നിന്ന് വിമാനത്തിൽ മടങ്ങി പാരീസിലേക്ക് എത്താനും തീരുമാനിച്ച് കാറിലേക്ക് കയറി. കാറിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വണ്ടി തിരിക്കുന്നതിന് മുൻപ് പെട്ടെന്ന് ഡോക്ടർ ഷ്മിറ്റിനൊരു വല്ലാത്ത സന്ദേഹം, ഒരു സംശയം. ഡോക്ടർ ഷ്മിറ്റ് വീണ്ടും കാറിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഇറങ്ങി അവരുടെ വീട്ടിൽ ചെന്ന് അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ഒരു സംശയം, എന്തിനാണ് നിങ്ങൾ ഇത്ര കണ്ട് ശക്തമായി നിലവിളിക്കുന്നത്? നിങ്ങൾ ഇത്ര കണ്ട് വല്ലാതെ രൂക്ഷമായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യത്തിനാണ്? അവർ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അവർക്കറിയില്ല ഡോക്ടർ ആര്, അതിഥി ആര് എന്ന്. ലണ്ടനിലേക്ക് പോകുന്ന ഒരു വഴിപോക്ക്. കൈപിടിച്ച് അകത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. അകത്ത മുറിയിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ആ സ്ത്രീ പറഞ്ഞു, നോക്കൂ, ഈ കട്ടിലിൽ കിടക്കുന്ന 12 വയസ്സുകാരി എൻ്റെ മകളാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അപകടത്തിൽ അരയ്ക്ക് കീഴ്വശം തളർന്ന് ഇപ്പോൾ സംസാരശേഷിയും നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകളെ ഈ പരിസരത്ത് സർവ്വ ഡോക്ടർമാരും സർവ്വ മെഡിക്കൽ കെയർ പ്രൊഫഷണൽസും പരിശോധിച്ചു. രക്ഷപ്പെടുവാൻ, ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇനി സാധ്യതയില്ലാതെ ഒരു വെജിറ്റബിളായി കട്ടിലിൽ കിടക്കേണ്ടി വരുന്ന എൻ്റെ മകളെക്കുറിച്ചോർത്താണ് ഞാൻ കരയുന്നത്. ഡോക്ടർമാർ അവസാനം പറഞ്ഞത്, ഇനി എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെങ്കിൽ അതൊരു മേജർ സർജറി വഴി മാത്രമേ പറ്റൂ. ആ സർജറി നിർവഹിക്കുവാൻ ഇന്ന് കഴിയുന്നത് ഇവിടെയെങ്ങുള്ള ആർക്കുമല്ല, മറിച്ച് ഫ്രാൻസിൽ പാരീസിലുള്ള ഡോക്ടർ ഷ്മിറ്റ് എന്ന സർജൻ വിചാരിച്ചാലൊക്കെ രക്ഷപ്പെടൂ. അതൊന്നും ഞങ്ങൾ വിചാരിച്ചാൽ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ലല്ലോ, അത് പാരീസിലുള്ള ഒരാളിനെ കാണുക. ഈ കഥ, ഈ നടന്ന സംഭവം അവസാനിക്കുന്നത് ഡോക്ടർ ഷ്മിറ്റ് ആ കുട്ടിയെയും കൊണ്ട് പാരീസിലേക്ക് തൻ്റെ സ്വന്തം ചെലവിൽ പോവുകയും ശസ്ത്രക്രിയ നടത്തുകയും ആ കുട്ടിയുടെ രോഗം ഭേദമാവുകയും അവൾ പിന്നീട് ഒരു അത്ലറ്റായി മാറുകയും ഒക്കെ ചെയ്തത് ചരിത്രം. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ സംഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് എ സ്റ്റോറി എന്ന പുസ്തകത്തിൻ്റെ, ജീവിതം ഒരു വെറും കഥയല്ല എന്ന പുസ്തകത്തിൻ്റെ അവസാന താളാണ്. അവസാനത്തേതിന് തൊട്ടു മുൻപിലുള്ള പേജിൽ ഡോക്ടർ ഷ്മിറ്റ് എഴുതിയിരിക്കുന്നു, ഇറ്റ്സ് നോട്ട് ഗോഡ്, ദൈവമല്ല ആ കുട്ടിയെ രക്ഷിച്ചത്. ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്, ആ കുട്ടിയെ രക്ഷിച്ചത്, ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ദൈവത്തിനൊന്നും കൊടുക്കണ്ട എന്ന് ഷ്മിറ്റ് എഴുതിയിരിക്കുന്നു. അതെൻ്റെ അധ്വാനമാണ്, എൻ്റെ അർപ്പണബോധമാണ്, എൻ്റെ അറിവാണ്, എൻ്റെ കഴിവാണ്, സർജൻ എന്ന രീതിയിലുള്ള എൻ്റെ പ്രാക്ടീസാണ്. അദ്ദേഹം തുടർന്നെഴുതി. പക്ഷേ എന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന ഒരു ചോദ്യമുണ്ട്. ആ കുഞ്ഞിനെ രക്ഷിച്ചത് ഞാൻ തന്നെ, എൻ്റെ കഴിവും എൻ്റെ പ്രതിഭയും എൻ്റെ പരിശീലനവുമാണ്. എന്നാൽ അന്നത്തെ ദിവസം തന്നെ ഫ്രാൻസിൽ ആ മനുഷ്യന് രോഗബാധയുണ്ടായത്, ശസ്ത്രക്രിയ വൈകിയത്, വിമാനം വൈകിയത്, പതിവില്ലാതെ മാഞ്ചസ്റ്ററിൽ ടാക്സി സമരമുണ്ടായത്, ഞാൻ വഴിതെറ്റിപ്പോയത്, വഴിതെറ്റി
വല്ലാതെ മെലിഞ്ഞുപോയി ആ പാതയിൽ മുനിഞ്ഞ വെളിച്ചമുള്ള ഒരൊറ്റ വീടിൻ്റെ മുൻവശത്തിൻ്റെ കാറ് നിന്നത്. ആ നിലവിളി ഞാൻ കേട്ടത് സർവോപരി മടങ്ങിപ്പോകാൻ നേരത്ത് കാറിൽ നിന്നിറങ്ങി വിവശയായ അമ്മയോട് അവരുടെ കണ്ണുനീർ കലർന്ന പ്രാർത്ഥനയുടെ കാര്യമെന്ത് എന്ന് ഞാൻ ആരാഞ്ഞത് അതൊക്കെ എന്തുകൊണ്ടാണ് എന്നത് എന്നെ എല്ലാ കാലത്തും കുഴച്ചിരുന്നു. അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി എന്നാണ് ആ പേജ് അവസാനിക്കുന്നത്. അടുത്ത പേജിൽ ഒരൊറ്റ വാചകത്തിൽ ആ പുസ്തകം അവസാനിക്കുന്നു. അടുത്ത പേജിൽ ഡോക്ടർ ഷ്മിറ്റിനെ അവിടേക്ക് എത്തിച്ചത്, വഴിയിൽ സമരമുണ്ടായത്, വിമാനം വൈകിയത്, ഇതിനെല്ലാം കാരണമാര് എന്ന് ഡോക്ടർ ഷ്മിറ്റ് ഒരൊറ്റ വാക്കിൽ എഴുതിയിരിക്കുന്നു. നിങ്ങളിൽ പലർക്കും ഇപ്പോൾ അതിൻ്റെ ഉത്തരം മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും, അതിൻ്റെ ഉത്തരമാണ് ദൈവം എന്ന്, അല്ലേ? അങ്ങനെ ഒരു വിചാരമായിരുന്നു അടുത്ത പേജ് മറിക്കുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉത്തരം ദാറ്റ് വാസ് ഗോഡ് എന്നായിരിക്കും, അതിൻ്റെ പേരാണ് ദൈവം എന്നാകും അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന ആകാംക്ഷയോടെ ഞാൻ മറിച്ചു നോക്കിയപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ വായനാനുഭവം, ഈ വിശ്വത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ നേരറിവ് എനിക്ക് പകർന്നു തന്നുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ ഡോക്ടർ ഷ്മിറ്റ് തിരിച്ചറിഞ്ഞ ആ കാരണം അദ്ദേഹം എഴുതിയിരുന്നു. ആ കാരണം ലോകത്തിൽ പല പേരുകളിൽ അറിയപ്പെടും. ഇന്നിവിടെ ഈ പകലിൽ ആ കാരണത്തിന് രാഖി എന്നാണ് പേര്. ആ കാരണം ഡോക്ടർ ഷ്മിറ്റ് എഴുതിയിരുന്ന ആ വാചകം, അവസാന വാചകം, ദ റീസൺ, അത് ദൈവമല്ല. എന്നെ എവിടേക്ക് എത്തിച്ച ആ ശക്തിയുടെ പേര് ദൈവം എന്നല്ല എന്ന് തന്നെ ഡോക്ടർ ഷ്മിറ്റ് എന്ന ശാസ്ത്രജ്ഞൻ ഭിഷഗ്വരൻ എഴുതി. അദ്ദേഹം എഴുതി, ദ റീസൺ ഈസ് നത്തിങ് ബട്ട് ദ വേർഡ് കോൾ മദർ. ആ കാരണത്തിന്റെ പേര് അമ്മ എന്ന വാക്കാണ് എന്നാണ് ഡോക്ടർ ഷ്മിറ്റ് രേഖപ്പെടുത്തിയത്. ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചത് ശാരികയുടെ അമ്മയുടെ പേരെന്ത് എന്നാണ് ചോദിച്ചത്. ഈ വേദിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ശാരികയുടെ അമ്മയ്ക്ക്? ഈ ദിവസത്തിന്റെ സ്റ്റാൻഡിംഗ് ഒവേഷൻ അർഹത അമൃതയോ ശാരികയോ മറ്റ് വിജയികളോ അല്ല, മറിച്ച് രാഖിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അറിവ് E=mc² എന്നതോ സ്റ്റെഫാൻസ് ലാ പഠിക്കുന്നതോ ഒന്നും അല്ലല്ലോ. നമ്മളൊക്കെ പുസ്തകം വായിച്ചും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമാണോ അറിവ് നേടി തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. എത്രാമത്തെ വയസ്സിലാണ് പുസ്തകം വായിച്ചു തുടങ്ങിയത്? പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോഴോ അക്ഷരം കൂട്ടി വായിച്ചപ്പോഴോ ആർജിച്ചു തുടങ്ങിയതാണ് അറിവ് എന്നത് മണ്ടത്തരം. മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ നിമിഷത്തിൽ ആരംഭിക്കുന്ന അറിവ് അവന്റെ കൺപാർക്കലുകളിലൂടെ, അവന്റെ കാതോർക്കലുകളിലൂടെയാണ്. അവന്റെ കാഴ്ചയിലൂടെ, അവന്റെ കേൾവിയിലൂടെ അവൻ സ്വരിക്കൂട്ടിനിടുന്ന അറിവ് ജനിക്കുന്ന നിമിഷത്തിൽ ആരംഭിക്കുന്നുവെങ്കിൽ ഈ വിശ്വത്തിൽ ഒരു മനുഷ്യന് ലഭ്യമാകുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും ആഴമുള്ള, ഏറ്റവും സത്യസന്ധമായ അറിവ് പിറന്നു വീഴുന്ന നിമിഷത്തിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആനന്ദം കൊണ്ട് നിറഞ്ഞ് സജലങ്ങളായ ഒരു ജോഡി കണ്ണുകളുള്ള ഒരു മുഖമാണ് എങ്കിൽ ആ മുഖത്തിന്റെ, ആ അറിവിന്റെ പേരാണ് അമ്മ എന്നത്. ഇന്നീ വേദിയിൽ പങ്കെടുക്കുന്ന പേരാമ്പ്രയിലെ പങ്കെടുക്കാൻ കഴിയാതെ പോയതുമായ സർവ്വ മാതാക്കളെയും സർവ്വ അമ്മമാരെയും ആദ്യമായി ആദരവോടെ ഈ ചിത്രശലഭങ്ങളുടെ ചിറകുകൾക്ക് കൂടുതൽ നിറങ്ങൾ കൊടുത്തതിൻ്റെ പേരിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ആദ്യത്തെ അവസരം വിനിയോഗിക്കുന്നു. 2, വളരെ സന്തോഷം അമൃതയെക്കുറിച്ചുമുണ്ട്. അമൃതയെക്കുറിച്ചുള്ള സന്തോഷം അറിയണമെങ്കിൽ 1993 നവംബർ 5 ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വന്ന ഒരു പത്രവാർത്തയിൽ നിന്ന് നേടിയ അറിവും അതിൻ്റെ പിന്നിലുള്ള കൂടുതൽ തിരഞ്ഞു നേടിയ അറിവുകളുമാണ്. ആ അറിവ് വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ, ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ്, ഒരു ഭാഷാ പണ്ഡിതൻ, അയാളുടെ പേര് ബ്രൂസ് കോണൽ എന്നാണ്. ബ്രൂസ് കോണൽ എന്ന പാശ്ചാത്യ ഫിലാന്ത്രോപ്പിസ്റ്റ് ലോകമെമ്പാടുമുള്ള സർവ്വഭാഷകളെയും കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹമുള്ള ബ്രൂസ് കോണൽ, പല ഭാഷകളെയും കുറിച്ച് ഗവേഷണങ്ങൾ നടത്താറുള്ള, രേഖപ്പെടുത്താറുള്ള, മൊഴികൾ എഴുതിയെടുക്കാറുള്ള ബ്രൂസ് കോണൽ ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു, കാമറൂണിൽ ഒരു ഭാഷയുണ്ട്, ആ ഭാഷയുടെ പേര് കസബെ എന്നാണ്. കസബെ ഭാഷ സംസാരിക്കുന്നവരിൽ ഇനി അവശേഷിക്കുന്നത് ഒരൊറ്റ മനുഷ്യനാണ്.
ആഫ്രിക്കയിലെ കമറൂണിലെ കസബെ ഭാഷ സംസാരിക്കുന്ന മനുഷ്യനായി അവശേഷിക്കുന്ന ഒരൊറ്റയാൾ ബാഗോൺ എന്ന മനുഷ്യൻ. അയാളെ കാണാൻ മൊഴിപ്പകർപ്പുകളില്ലാത്ത ആ ഭാഷയുടെ വാക്ക് വഴികളെക്കുറിച്ചറിയാൻ, അതിൻ്റെ സ്ലാങ്ങുകളെക്കുറിച്ച്, അതിൻ്റെ ഈണങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഇമ്പത്തെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ബ്രൂസ് കോണൽ എന്ന ഭാഷാ പണ്ഡിതൻ വിമാനത്തിലും കപ്പലിലുമൊക്കെയായി യാത്ര ചെയ്ത് 1993 നവംബർ 4 യർവുണ്ടയിൽ കാമറൂണിലെത്തുന്ന ബ്രൂസ് കോണൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മഹാനടുക്കത്തോടെ തിരിച്ചറിയുന്നു, തൊട്ടു തലേ ദിവസം രാത്രി കസ്ബെ ഭാഷ സംസാരിച്ചിരുന്ന അവസാനത്തെ മനുഷ്യൻ ബാഗോൺ മരിച്ചുപോയി. അത് കേവലം ഒരു മനുഷ്യന്റെ മരണമായിരുന്നില്ല, മറിച്ച് ഒരു ഭാഷയുടെ, അന്നോളം ആ ഭാഷ സംസാരിച്ച് ഈ മഹാപ്രപഞ്ചത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച എല്ലാ മനുഷ്യരുടെയും വിഹുലമായിരുന്ന, അതുവരെ കേട്ടിരുന്ന അല്ലെങ്കിൽ അറിയാതെ പോയിരുന്ന സർവ്വ വിതുമ്പലുകളുടെയും സ്വകാര്യങ്ങളുടെയും സർവ്വ പ്രണയ അടയാളങ്ങളുടെയും വരെ ഭാഷ ഒരു വ്യക്തിയുടെ മരണത്തോടുകൂടി പൂർണ്ണമായി നഷ്ടമായി പോയി. വല്ലാതെ നൊമ്പരപ്പെട്ടു ബ്രൂസ് കോണൽ ആ ദിവസങ്ങളിൽ. തീർച്ചയായും 93 നവംബർ 5 രാവിലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ദ സെർച്ച് വാസ് ഇൻ വെയിൻ എന്ന് തുടങ്ങുന്ന വാർത്തയുണ്ട്. ഞാനന്ന് ഡിഗ്രി ഫൈനൽ ചെയ്ത് പഠിക്കുക. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയ ഒരു കൗതുകം കൊണ്ടാണ് മലയാളം എന്ന ഭാഷയുടെ അവസ്ഥയെക്കുറിച്ച്, കരുത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഭാഷകളുടെ ശക്തി ദൗർബല്യങ്ങൾ അടയാളപ്പെടുത്താൻ ഐക്യരാഷ്ട്രസഭ UNO ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. സ്ട്രെങ്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുന്ന ഒരു സ്വാറ്റ് അനാലിസിസിലൂടെ ഭാഷകളെ വിലയിരുത്തുന്ന സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അതിൻ്റെ വിശകലനത്തിനൊടുവിൽ സ്ട്രോങ്, വീക്ക്, സ്ട്രോങ് ബട്ട് ചാലഞ്ച്ഡ് എന്നിങ്ങനെ 3 കാറ്റഗറികളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിപ്പെട്ടിട്ടുള്ളത്. ശക്തം, ദുർബലം, ശക്തം പക്ഷേ ഭീഷണി നേരിടുന്നവ എന്നിങ്ങനെ. ശക്തം തന്നെയാകും അമ്മ മലയാളം എന്ന പ്രതീക്ഷയോടെ പട്ടിക തിരഞ്ഞ എന്നെ അമ്പരപ്പിച്ച കാഴ്ച മലയാളം ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് സ്ട്രോങ് ബട്ട് സ്ട്രോങ്ലി ചലഞ്ച്ഡ് എന്നാണ്. ശക്തം പക്ഷെ ശക്തമായി വെല്ലുവിളിക്കപ്പെടുന്നു എന്നാണ്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള റിസർച്ചാണ് രസം. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള റിസർച്ചിൽ വർത്തമാനകാല കേരളത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ മലയാളം എന്ന ഭാഷ വെല്ലുവിളികളെ നേരിടാനുള്ള പ്രധാന കാരണമായി അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ രക്ഷകർത്താക്കൾക്ക് അവരുടെ കുട്ടികളുടെ അക്കാദമിക പഠന നിലവാരത്തിൻ്റെ ഉയർച്ചയ്ക്ക് മലയാള ഭാഷ ആവശ്യമാണെന്ന് കരുതലില്ല. തങ്ങളുടെ മക്കളെ സെക്കൻഡ് ലാംഗ്വേജായി പഠിപ്പിക്കാൻ ഫ്രഞ്ചും കൂടുതൽ മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റുകളും തിരഞ്ഞെടുക്കുന്ന രക്ഷകർത്താക്കൾ മക്കളെ മലയാളം പഠിപ്പിക്കുന്നതിൽ അത്ര കണ്ട് തൽപരരല്ല. എന്നാലും ശക്തമായി നിലകൊള്ളുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി അവർ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ വലിയ ശക്തമായ ശതമാനത്തിലുള്ള പ്രവാസി സമൂഹമുണ്ട്. ആ പ്രവാസി സമൂഹം എങ്ങകന്നാലും ഇങ്ങണയണമെന്ന് ആഗ്രഹിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഓരോ പ്രവാസിയും തിരികെ നാട്ടിലേക്ക് വരുവാൻ കൊതിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കാത്തിരിക്കുന്ന ഭാര്യയെ, സഹോദരിയെ, കാമുകിയെ, മകനെ, മകളെ, അച്ഛനെ, അമ്മയെ, നാടിനെ എന്നതുപോലെയോ അതിനെ തിരികെ വരാൻ പ്രേരിപ്പിക്കുന്നു. പ്രവാസികൾ മലയാളത്തെ കൂടുതൽ നെഞ്ചോട് ചേർക്കുന്നു എന്നാണ്. അപ്പോൾ കൂടുതൽ മികവുറ്റ നേട്ടങ്ങൾ കിട്ടണമെങ്കിൽ മറ്റ് ഭാഷകൾ, കൂടുതൽ ശാസ്ത്രശാഖകൾ പഠിക്കണമെന്ന പൊതുസാമാന്യ കരുതൽ വല്ലാതെ കണ്ട് കലുഷിതമാക്കിയ ഒരു വിജ്ഞാന അന്തരീക്ഷമുള്ള നമ്മുടെ നാട്ടിൽ അമൃത ഈ ദിവസം എനിക്ക് ആഹ്ലാദം പകരുന്നു. കാരണം ഞാൻ അമൃതയോട് ചോദിച്ചു, എന്തായിരുന്നു അമൃത സിവിൽ സർവീസിന് തിരഞ്ഞെടുത്ത വിഷയം? അമൃതയുടെ മറുപടി പൊടുന്നനെയും എന്നിൽ ഏത് കറുത്തവാവിലും പൗർണമിയുടെ വെളിച്ചത്തിൻ്റെ ആഹ്ലാദ വസന്തത്തിൻ്റെ മയിൽപ്പീലികൾ നിറയ്ക്കുന്ന വാക്കാണ്. അമൃത പറഞ്ഞു, IAS പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത വിഷയം മലയാള സാഹിത്യമാണ് എന്ന്. പേരാമ്പ്രയുടെ ഏറ്റവും വലിയ 2 അഭിമാനങ്ങളാകും അവർ രണ്ടുപേരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും സംശയവും ഇല്ല. ഇനി നമ്മുടെ SSLC, +2 മുതലായ മത്സര പരീക്ഷകളിൽ, സ്കോളർഷിപ്പ് പരീക്ഷകളിലൊക്കെ വിജയിച്ച കുട്ടികളിലേക്ക് കടന്നു വരാം. ഞാൻ ഇതിനു മുൻപും നിങ്ങളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ കുട്ടികളുടെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പറയാറുണ്ട്, ഈ കുട്ടികളാരും തന്നെ, ആ കുട്ടികളല്ല, ഈ അമൃതയും ശാരികയുമായാലും നിങ്ങൾക്കെല്ലാം അസറ്റ് ടാലൻസ് മീറ്റ് 2024 വെച്ച് പുരസ്കാരങ്ങൾ, സമ്മാനങ്ങൾ തരുന്നു എന്നതിനെ നിങ്ങളുടെ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമാണ് എന്ന് കരുതരുത് എന്നാദ്യമായി അപേക്ഷിക്കട്ടെ.
ഇവിടെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന SSLC ഫുൾ A+, +2 ഫുൾ A+, ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഉപഹാരങ്ങളെങ്കിൽ അതൊന്നും ഒരു സമ്മാനമോ പുരസ്കാരമോ ആയി കരുതാൻ മാത്രം വലിപ്പം എൻ്റെ മനസ്സിനില്ല. അമൃതയ്ക്ക് പോലും ശാരികയ്ക്ക് പോലും ഈ കുട്ടികൾക്ക് ആയാലും ഇവിടെ നൽകപ്പെടുന്ന ഏത് സമ്മാനവും നിങ്ങൾക്ക് ലഭിക്കുന്ന ടിപ്സായി മാത്രം കരുതണം എന്നതാണ് ഈ ദിവസം എനിക്കുള്ള നിർദ്ദേശം. ടിപ്സ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യാത്രക്കിടയിലാണ്, പെരിന്തൽമണ്ണയ്ക്കടുത്താണ്, 3:30-4 മണിയായി, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, വിശപ്പ് വല്ലാതെ കൂടി തളർന്നു പോകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ കാറ് നിർത്തി അവിടെയുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ നിർത്തി എന്തെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ തരാൻ പറഞ്ഞപ്പോൾ അയാൾ 1 മണിക്കൂർ സമയമെടുത്തിട്ട് 2 പൊറോട്ടയും 1 ബീഫ് കറിയും കൊണ്ടുവന്നു. അതാ 1 മണിക്കൂർ. ആ പൊറോട്ട എങ്ങാനും CHന്റെ തലയിലെങ്ങാനും വേണ്ടിയിരുന്നെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പറ്റും, അത്ര ഭാരമുണ്ട് പൊറോട്ട. ആ 1 മണിക്കൂർ വൈകി ഏറ്റവും മോശം ആഹാരം കൊണ്ടു തന്ന ആളിന് പോകാൻ നേരത്ത് ഞാൻ പതിവില്ലാതെ 100 രൂപ ടിപ്പ് കൊടുത്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത്, നമ്മുടെ ഒരു സഹയാത്രികനുണ്ട്, അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ക്വിസും പ്രസംഗവും ഒക്കെ നടത്തി തലയ്ക്ക് വല്ലാത്ത അസുഖമായല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയും, എന്താ? അല്ല, നല്ല രീതിയിൽ ആഹാരം കൊണ്ടുവരുന്നവർക്ക് പോലും 10 രൂപ കഷ്ടിച്ചാണ് കൊടുക്കുന്നത്, ഇയാൾക്ക് നിങ്ങൾ 100 രൂപ ടിപ്പ് കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. ഞാനെന്ന് അവനോട് പറഞ്ഞു, അതിൻ്റെ ഉത്തരം ഞാൻ പിന്നീട്, ഇപ്പോൾ എനിക്ക് തീരെ വയ്യ, വിശപ്പും തലവേദനയൊക്കെ ഉണ്ട്, നീ ഒരു ദിവസം ഒരു യോഗത്തിൽ ഞാൻ പറഞ്ഞുമ്പോൾ കേട്ടോ എന്ന് പറഞ്ഞു. ഇന്ന് അയാളില്ല എങ്കിലും പറയാം. ഈ ടിപ്പെന്ന് പറയുന്നതിനെ നമ്മളല്ല നമ്മുടെ നാട്ടിൽ കരുതുന്നത് സന്തോഷസൂചകമായി കൊടുക്കുന്ന ടോക്കൺ ഇൻ പ്ലഷർ എന്നാണ്. ടിപ്പ് സമ്പ്രദായം പാശ്ചാത്യ രാജ്യത്തിൽ തുടങ്ങുന്നത് ടോക്കൺ ഇൻ പ്ലഷറായല്ല. ടിപ്പ് എന്ന വാക്കിന് ടു ഇംപ്രൂവ് പ്രോംപ്റ്റ്നെസ് എന്നാണ് അർത്ഥം. ടിപ്സ് എന്നതിന് നിങ്ങളുടെ മികവ് കൂടുതൽ മെച്ചപ്പെടുവാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്നതാണ് ടിപ്സ്. ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനമെന്നല്ല, കൂടുതൽ നിങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മരുന്നാണ് ടിപ്സ്. ഇവിടെ ഈ +2-ന്റെയും SSLC-യുടെയും സിവിൽ സർവീസിന്റെയും ജേതാക്കൾക്ക് അവർ നേടിയ നേട്ടങ്ങൾക്ക് കൊടുക്കുന്ന സമ്മാനമല്ല, മറിച്ച് നാളുകളിൽ അവർ നേടാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് വളരെ ജാഗ്രതയോടെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വഴിയിൽ പിഴവ് പാടില്ലെന്നുള്ള ശാസനയോടുകൂടി നൽകുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകമാണ് ഈ ദിവസം അവർക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന അംഗീകാരം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ ആ അംഗീകാരത്തിന് വൈജാത്യമില്ല. അതിന് സമുദായത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, മതത്തിൻ്റെ, ജാതിയുടെ, കുലത്തിൻ്റെ, ഗോത്രത്തിൻ്റെ, ഭാഷയുടെ, ലിംഗത്തിൻ്റെ ഒന്നും ആകണം അറിവിൻ്റെ മേഖലയിലുള്ള ഓരോ ചവിട്ടുപടിയും. വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അറിവ് എന്നത് അഗ്നിയെപ്പോലെയാണ് എന്നാണ്. അഗ്നിയുടെ പ്രത്യേകത എന്താണെന്ന് എഡ്വേർഡോ ഗലിയാനോ എന്ന ഉറുഗ്വൻ കവി എഴുതിയത്, ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് അഗ്നിയെ ഇഷ്ടമാണ്. അതിപ്പോൾ പേരാമ്പ്രക്കാരനായാലും പേയാടുകാരനായാലും അഗ്നി ഇഷ്ടമാണ്, പാപ്പിനിശ്ശേരിക്കാരനായാലും പപ്പുവ ന്യൂഗിനിയക്കാരനായാലും അഗ്നി ഇഷ്ടമാണ്. കടലിലുള്ളവനും കരയിലുള്ളവനും കാടിലുള്ളവനും ദ്വീപിലുള്ളവനും ഒരേ മനസ്സോട് അഗ്നിയോട് ആരാധനയാണ് ഏത് മതത്തിലുമുള്ളവനും. അതിൻ്റെ കാരണം എന്താണെന്ന് കവി എഴുതുന്നതാണ്. ഗലിയാനോ പറയുന്നു, ഫ്രം മൈ പ്രൈമറി ക്ലാസ്സസ് മൈ ടീച്ചേഴ്സ് taught me that I can create fire by rubbing sticks or stones together എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഫയർ എന്ന ചെറിയ കവിതയുണ്ട് ഗലിയാനോയുടെ. കുട്ടിക്കാലം മുതൽ അധ്യാപകർ കമ്പും കല്ലും ഉരച്ചാൽ അഗ്നി ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് കേട്ട് കിട്ടുന്ന കമ്പുകളും കല്ലുകളും ഒക്കെ ഞാൻ വാശിയോടെ ഉരച്ചു നോക്കിയപ്പോൾ എനിക്കൊരു അഗ്നിസ്ഫുലിംഗം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ അതുകൊണ്ട് അഗ്നിയോട് വെറുപ്പില്ലെന്ന് മാത്രമല്ല, അഗ്നിയെ മറ്റെല്ലാ മനുഷ്യരെയും പോലെ ഞാനും ആരാധിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യകുലം ഒന്നാകെ അഗ്നിയെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് ഞാൻ അന്വേഷിച്ചു. ഈസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് us in cooking food? ആഹാരം പാചകം ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടോ, ചൂടും വെളിച്ചവും തരുന്നത് കൊണ്ടോ, കീപ്സ് ദ വൈൽഡ് ബീസ് അവേ ഇൻ ഫോറസ്റ്റ്, പന്തമായി കൊളുത്തിപ്പിടിച്ചാൽ വന്യമൃഗങ്ങളിൽ നിന്ന് വനയാത്രകളിൽ രക്ഷ നേടാൻ കഴിയും എന്നതുകൊണ്ടോ ആണോ അഗ്നിയോട് എനിക്ക് ഇത്ര പ്രണയം, മനുഷ്യകുലത്തിന് ഒന്നാകെ ഇഷ്ടം? കവി തന്നെ ഉത്തരം പറയുന്നു, അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. വ്യതിയാനങ്ങൾ, വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം ഒന്നേ ഉള്ളൂ എന്ന് കവി തന്നെ പറഞ്ഞു. അത് on cool winter nights when it turned out to be a campfire, irrespective of caste, creed, color, religion or race, it invites all of us to sit together and enjoy the warmth. വല്ലാതെ തണുത്തുറഞ്ഞ ശീതകാല രാത്രികളിൽ, ഞരമ്പുകളിൽ സൂചിമുഖികളെ പോലെ തണുപ്പരിച്ചു കയറുന്ന കടും തണുവാർന്ന രാത്രികളിൽ ഒരു അഗ്നികുണ്ഠമായി, ഒരു ക്യാമ്പ് ഫയറായി അത് മാറ്റപ്പെടുമ്പോ ജാതിമത കുലവർഗ വർണ്ണഗോത്ര പണ മണ രാഷ്ട്ര നിറ മണഭേദങ്ങളൊന്നുമില്ലാതെ
എല്ലാ മനുഷ്യരെയും ഒരേ മനസ്സോടെ ചുറ്റുമിരുന്ന് ചൂടുകായുവാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും സമഭാവനയുള്ള ആതിഥേയനാണ് അഗ്നി എന്നതുകൊണ്ടാണ് മനുഷ്യകുലത്തിനൊന്നാകെ അഗ്നിയോട് ഇഷ്ടമെന്ന് പറഞ്ഞ കവി അവസാനിപ്പിച്ചു. അറിവ് അഗ്നിയെപ്പോലെയാണ്. എല്ലാ മനുഷ്യരെയും ഒരേ മനസ്സോടെ ചൂടുകായാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ആതിഥേയന്റെ പേരാണ് അഗ്നി. പോയ ദിവസം ബഹ്റിനിൽ നടത്തിയ ബഹ്റിൻ ബ്രെയിൻ ബാറ്റിൽ എന്ന ഒരു ഇന്റർനാഷണൽ ക്വിസ് ഷോ ബഹ്റിനിൽ നടത്തിയപ്പോൾ ഞാൻ സൗദിയിലെ പ്രോഗ്രാം കഴിഞ്ഞ് ബഹ്റിനിൽ ചെന്നിറങ്ങിയ നിമിഷം മുതൽ ബഹ്റിനിൽ നിന്ന് യാത്രയാകുന്നത് വരെ ജാസിം മിടുക്കനാണ്. ജാസിം നിയമത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ കരസ്ഥനാക്കിയ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. CHന്റെ മകനാണ്. ജാസിമായിരുന്നു എന്നോടൊപ്പം 24 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജാസിമിനോട് പറഞ്ഞു, നമുക്ക് ആ ട്രീ ഓഫ് ലൈഫ് ഒന്ന് കാണാൻ പോകണം. അവിടെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ വൃക്ഷത്തിന്റെ പ്രത്യേകത മരുഭൂമിയുടെ നടുവിൽ 500-ൽ പരം ആണ്ടുകളായി കത്തിക്കാളുന്ന വേനലിന്റെ നടുവിലൊത്ത മരുഭൂമിയുടെ ഹൃദയത്തിൽ ആകാശത്തിലേക്ക് ശിഖരങ്ങളും പച്ചിലകളും നിറച്ചുകൊണ്ട് തലപിടിച്ചുയർത്തി നിൽക്കുന്ന ഒരൊറ്റ മരത്തിന്റെ പേരാണ് ജീവന്റെ വൃക്ഷം, ട്രീ ഓഫ് ലൈഫ്. ഏത് ദുരിത പേമാരിയുടെ നടുവിലും നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ സഹായകമാക്കി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് വേദനകളുടെയും വ്യർത്ഥബോധത്തിന്റെയും നടുവിലും നിങ്ങൾക്കൊരു ഹരിതഭാവം സൃഷ്ടിക്കാൻ കഴിയുന്നത്, ഇടിവെട്ടി മുളപൊട്ടി ഇലനീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തുന്ന ഒരു കാടിന്റെ സാന്ദ്ര ഹരിതാഭമായ വൃക്ഷമായി നിങ്ങളെ മാറ്റാൻ കഴിയുന്നത് നിങ്ങൾ നേടിയെടുക്കുന്ന നേരറിവുകളുടെ, നിങ്ങളുടെ വിജ്ഞാന സമ്പാദനത്തിന്റെ കരുത്തിലാണ്. പക്ഷെ ആ കരുത്ത് നിങ്ങളുടെ A+കളാൽ അടയാളപ്പെടുത്തുന്നു എന്നുള്ള അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല എന്നുകൂടി പറയട്ടെ. കാരണം പരീക്ഷയിൽ A+ നേടിയവരുടേതാണ് ഈ ലോകം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല പണ്ടേ ഞാൻ. ജീവിതത്തിൽ A+ നേടുന്നവൻ്റേതാണ് ലോകം. പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടാതെ പോവുകയും എല്ലാ വിഷയത്തിനും കഷ്ടിച്ച് ജയിക്കുകയും ചെയ്താലും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണുനീർ തുടയ്ക്കാൻ നിന്റെ തൂവിരൽ തുമ്പുയർത്താൻ നിനക്ക് കഴിഞ്ഞാൽ, വേദനിക്കുന്ന മറ്റൊരുവന്റെ മുതുകത്ത് കൈത്തലമുയർ അർപ്പിക്കുവാൻ കഴിഞ്ഞാൽ, അതിനേക്കാൾ മികച്ചതല്ല ഒരു പരീക്ഷയിലെയും A+ എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് രക്ഷകർത്താക്കൾക്ക്. സ്കൂളിലെ കുട്ടികളെ അത് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞ് ക്ലീഷേയായ ഈ യൂട്യൂബിലെല്ലാം കണ്ട് നിങ്ങൾ ബോറടിച്ചു മരിച്ചിട്ടുള്ള ഒരു വാചകമുണ്ട്. പക്ഷേ ഒരാളെങ്കിലും അത് കേൾക്കാത്ത ഒരാളുണ്ടെങ്കിൽ ആ ആളിനു വേണ്ടി അത് ഓർമ്മിപ്പിക്കാം. അത് അറിവിൽ നിന്നും വിജ്ഞാനത്തിലേക്കുള്ള, നോളജിൽ നിന്നും വിസ്ഡമിലേക്കുള്ള യാത്രയ്ക്ക് നിങ്ങളെ പര്യാപ്തരാക്കുകയാകണം അസറ്റ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം എന്നുള്ള വിശ്വാസമാണ്. അറിവ്, കേവലമായ അറിവിൽ നിന്നും വിസ്ഡത്തിലേക്ക്, വിജ്ഞാനത്തിലേക്ക്, ഇൻഫർമേഷനിൽ നിന്നും വിസ്ഡത്തിലേക്ക് സഞ്ചരിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതാകണം ഇതിൻ്റെ തുടർ പരിപാടികളും തുടർ ക്ലാസ്സുകളും. നിങ്ങൾ ചിലർക്കൊക്കെ തോന്നാം, ഇയാൾ എന്തായി പറയുന്ന അറിവും വിജ്ഞാനവും ഒന്നല്ലേ? അറിവ് തന്നെയല്ലേ വിജ്ഞാനം? എളുപ്പത്തിൽ പറയുന്ന ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്, പറഞ്ഞ് ക്ലീശേ ആയത് എന്ന്. അതിതാണ്, ഗാന്ധിജി എവിടെയാ ജനിച്ചേ? ഗാന്ധിജി എവിടെയാ ജനിച്ചത്? ഉറക്കെ പറയൂ. എന്നാ ജനിച്ചത്? 1869 ഒക്ടോബർ 2. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 1 മാർക്കിന്റെ ചോദ്യം, ഗാന്ധിജി എന്നെവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന് എഴുതിയാലേ 1 മാർക്ക് കിട്ടൂ. അത് അറിയുക തന്നെ വേണം. PSC ടെസ്റ്റിൽ ചോദിച്ചാലും അത് അറിയുക തന്നെ വേണം. എന്നെപ്പോലുള്ള ഭൂലോക മണ്ടന്മാർ പല രാജ്യങ്ങളിൽ ഞാൻ നടത്താറുള്ള ക്വിസ് മത്സരങ്ങളിൽ ഇനി ഞാൻ ചോദിച്ചാലും ഈ ഉത്തരം പറഞ്ഞാലേ 10 പോയിന്റ് കൊടുക്കാൻ മാർഗമുള്ളൂ. കാരണം ഇത് അറിവാണ്. അത് നിങ്ങൾക്ക് A+ നേടിത്തരുന്ന അറിവാണ്, മാർക്ക് നേടിത്തരുന്ന അറിവാണ്. അതറിയണം, അത് വേണം. പക്ഷെ അതറിയുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് ഇനിയും അത് എഴുതുമ്പോൾ, ക്വിസിന് ഇനിയും അത് പറയുമ്പോൾ, ടെസ്റ്റുകൾക്ക് ഇനിയും അത് തന്നെ ഉത്തരമായി എഴുതുമ്പോഴും സ്വന്തം മനസ്സിൽ, സ്വന്തം ഹൃദയത്തിൽ ചുറ്റുമുള്ള സമൂഹത്തിനെ നോക്കിക്കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അറിഞ്ഞുകൊണ്ടിരിക്കണം. വിശിഷ്യ ഇപ്പോൾ അമൃത ഒരു ജില്ലാ കളക്ടറായി വരുമ്പോൾ അമൃതയുടെ അറിവിനെ പരിശോധിച്ച്, അമൃതയുടെ ബുദ്ധിയെ പരിശോധിച്ച് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ജനന തീയതി മാത്രമല്ല, ജനിച്ച നിമിഷം വരെ അമൃത ഇത് തന്നെ പറയണം. പക്ഷെ ഒരു ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ മുന്നിൽ വരുന്ന മനുഷ്യനെ നോക്കിക്കാണുമ്പോൾ, പരീക്ഷയ്ക്ക് ഇത് എഴുതുമ്പോഴും അമൃത അറിയണം, നിങ്ങളറിയണം, ഗാന്ധിജി ജനിച്ചത് പോർബന്തറിലല്ല, ഗാന്ധിജി ജനിച്ചത് ഒക്ടോബർ 2-നല്ല, ഗാന്ധി ജനിച്ചത് ഗുജറാത്തിലല്ല. പരീക്ഷയ്ക്ക് പക്ഷേ നമ്മളത് എഴുതും. ചുറ്റുമുള്ള മനുഷ്യരെ നോക്കിക്കാണുമ്പോൾ നമ്മളറിയണം, ഗാന്ധിജി ജനിച്ചത് വല്ലാതെ ഇടിമിന്നലും പേമാരിയും നിറഞ്ഞു നിന്ന
ഒരു വർഷകാല രാത്രിയിൽ ഒരു ജൂൺ മാസം 8-ാം തീയതിയായിരുന്നു. അത് 1893-ലായിരുന്നു. 1893-ാം ആണ്ട് ജൂൺ മാസം 8-ാം തീയതിയിലെ മഴക്കാല രാത്രിയിൽ ഗാന്ധിജി ജനിച്ചത് പോർബന്തറിലല്ല, ഗുജറാത്തിലല്ല, ഇന്ത്യയിലുമല്ല. 1893 ജൂൺ 8 മഴക്കാല രാത്രിയിൽ തന്റെ 24-ാമത്തെ വയസ്സിൽ ഗാന്ധിജി ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർമാരിറ്റ്സ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയതുകൊണ്ട് കറുത്തവനെ വെള്ളക്കാരൻ ഇടങ്കാലുകൊണ്ട് പുറത്തേക്ക് തൊഴിച്ചെറിഞ്ഞ മുഹൂർത്തത്തിൽ നിറത്തിന്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുന്നതിനെതിരെ പ്രതികരിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാകും സ്വജീവിതം എന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലമുണ്ട്. ഈ യാത്രയുണ്ടല്ലോ, 869 നിന്നും 893 ഈ യാത്ര, മോഹൻദാസ് കരംചന്ദിൽ നിന്നും ഗാന്ധിജിയിലേക്കുള്ള ഈ യാത്രയുടെ പേരാണ്, പരീക്ഷയിലെ A+ൽ നിന്നും ജീവിതത്തിലെ A+ലേക്കുള്ള യാത്രയുടെ പേരാണ് അറിവിൽ നിന്നും വിജ്ഞാനത്തിലേക്കുള്ള, ഇൻഫർമേഷനിൽ നിന്നും വിസ്ഡത്തിലേക്കുള്ള യാത്ര എന്ന്. അതിനൊരൊറ്റ മാർഗമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. വിജ്ഞാനിയാകാൻ, ജ്ഞാനമുണ്ടാകാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരൊറ്റ കാര്യം ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന നിമിഷത്തിൽ നിങ്ങൾ ജ്ഞാനിയാകും. ജ്ഞാനമുണ്ടാകാൻ ഉപേക്ഷിക്കേണ്ട ആ ഒന്നിൻ്റെ പേര് ഞാൻ എന്നതാണ്. നിങ്ങളിൽ നിന്ന് ഏത് നിമിഷത്തിൽ ഞാൻ ഇല്ലാതാകുമോ ആ നിമിഷത്തിലാണ് നിങ്ങൾ ജ്ഞാനിയാകുന്നത്. എക്സ്റേ കണ്ടുപിടിച്ചതാരാ? ഉറക്കെ എഴുന്നേറ്റ് പറയടാ, ഉറക്കെ പറഞ്ഞോ. റോൺഷൻ. ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുക്കൂ. റോൺഷൻ, വിൽഹം കോൺറാഡ് റോൺഷൻ. എന്താ മോന്റെ പേര്? റാഷിദ്, റാഹി, കാർത്തിക്. വീട് എവിടെയാ? പൈതോത്തിലുള്ള കാർത്തിക് പറയുന്നു റോൺഷൻ 2024 മെയ് മാസം 17-ാം തീയതിയിൽ ഉച്ചയ്ക്ക് പൈതോത്തിലുള്ള കാർത്തിക് റോൺഷന്റെ പേര് പറഞ്ഞു. റോൺഷൻ എക്സ്റേ കണ്ടുപിടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ പറഞ്ഞു, ഇതിന് റോൺഷൻ റേസ് എന്ന് പേരിടാം. കാരണം ഇതിൻ്റെ പേറ്റന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ എത്രയോ തലമുറകൾ ശതകോടീശ്വരരാകും. യു വിൽ ബി ഇമ്മൻസ്ലി റിച്ച്. അത്ര വലിയ സാമ്പത്തിക അവസ്ഥയൊന്നും ആയിരുന്നില്ല റോൺഷൻ്റെ. റോൺഷൻ പറഞ്ഞു, ഞാനൊരു മാധ്യമം മാത്രമാണ്. മനുഷ്യകുലത്തിനും ഈ മഹത്തായ കണ്ടുപിടുത്തത്തിനും ഇടയിലുള്ള ഒരു മീഡിയം മാത്രമാണ് ഞാൻ. ഇതിന് എൻ്റെ പേര് വേണ്ട, എനിക്കിതിൻ്റെ പേറ്റന്റും വേണ്ട. പകരം ഏറ്റവും അഗോചരവും ആജ്ഞേയവുമായ ഒന്നിനെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന എക്സ് എന്ന പ്രതീകം മതി. അത് ഞാൻ എക്സ്റേ എന്ന് പേരിട്ടത്. സ്വന്തം പേരിട്ടില്ല. റോൺഷൻ ഞാൻ എന്നതിനെ ഉപേക്ഷിച്ച ആളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോൺഷൻ എന്ന മനുഷ്യൻ, വിൽഹം കോൺറാഡ് റോൺഷൻ എന്ന മനുഷ്യൻ ഞാൻ ഉപേക്ഷിച്ചു, സ്വന്തം പേര് വേണ്ടെന്ന് വെച്ചു. എക്സ്റേസ് ഇട്ടിട്ടും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇതാ 2024 മെയ് 17 പൈതോത്തുള്ള കാർത്തിക് എന്ന ചെറുബാല്യക്കാരൻ പറയുന്നു, എനിക്കറിയാം, റോൺഷൻ എന്നാണ് അയാളുടെ പേര്. ഇംഗ്ലണ്ടിലൊരു മനുഷ്യനൊരു ഗംഭീര സാധനം കണ്ടുപിടിച്ചു. സംഗതി ഗംഭീരം. എല്ലാവരും വന്ന് അമ്പരന്നു, കൊള്ളാമല്ലോ. അയാളോട് ചോദിച്ചു, എന്താ ഇതിന് പേരിടുന്നത്? അയാളോട്, എന്ത് പേര്? ഞാൻ കണ്ടുപിടിച്ചത്, ഞാൻ സൃഷ്ടിച്ചത്, എൻ്റെ ബുദ്ധി, എൻ്റെ ആവിഷ്കാരം, ഞാൻ. ഇതിനൊരു പേരേ ഉള്ളൂ, അതെൻ്റെ പേര്. ഉപകരണത്തിനും സ്വന്തം പേര് തന്നെ ഇട്ടു. ജോസഫ് ബാംഫോർഡ് എന്നാണ് അയാളുടെ പേര്. അത് തന്നെ ഉപകരണത്തിനും ഇട്ടു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിനെ തിരുത്തിക്കുറിച്ച, കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെ മുഴുവൻ തലക്കെട്ടായി, ഹെഡ്ലൈനായി മാസങ്ങളോളം നിറഞ്ഞു നിന്ന, കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച് സംസാരിച്ച ഒരു കണ്ടുപിടുത്ത, ഒരു ഉപകരണമാണത്. പക്ഷെ നമുക്കറിയില്ല ആ ഉപകരണത്തിൻ്റെ പേര് ജോസഫ് ബാംഫോർഡ് എന്നാണെന്ന്. നമ്മളിപ്പോഴും അയാളുടെ പേരിനെ ചുരുക്കി, ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നുള്ളതിനെ ചുരുക്കി ജോസഫിന്റെ ജെയും സിറിലിന്റെ സിയും ബാംഫോർഡിന്റെ ബിയും ചേർത്ത് JCB എന്ന് പറയുന്നതല്ലാതെ JCB എന്നതിന് പേര് വരാൻ കാരണം അത് അയാളുടെ പേരാണ്, ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നാണ് എന്നൊന്നും നമുക്കറിയില്ല. കാരണം ജോസഫ് സിറിൽ ബാംഫോർഡ് നിർബന്ധപൂർവ്വം സ്വന്തം പേര് അറിയുവാൻ വേണ്ടി ആ ഉപകരണത്തിന് തൻ്റെ തന്നെ പേരിട്ട ഞാൻ എന്നതിൽ അഭിരമിച്ച ജോസഫ് സിറിൽ ബാംഫോർഡ് നമുക്കറിയില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ റോൺഷനെ നമുക്കറിയാം.
റാഷിദ് അലിയാണോ? ആണ്, കണ്ടില്ല നേരത്തെ. അപ്പം ഞാൻ ഉപേക്ഷിക്കാൻ കഴിയുന്നിടത്താണ് നിങ്ങൾ വിജയികളാകുന്നത്. ഒപ്പം ഏറ്റവും മനോഹരമായ കോഷ്യന്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് ഈ ലോകത്തിൽ നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്, അത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബേറിൽ പോയ കാര്യം പറഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് മ്യൂ ഹെൻറി എന്ന് പറയുന്ന ഒരു കെനിയക്കാരനെയും ഫോർമുല 1 റേസ് പാഡുകൾ സൃഷ്ടിക്കുന്ന കൈ എന്ന ജർമ്മൻ ആർക്കിടെക്റ്റിനെയും കാണാൻ കഴിഞ്ഞു. അവർ എൻ്റെ പ്രോഗ്രാം കാണാനുണ്ടായിരുന്നു, കുറേ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേദിയിൽ അവർ രണ്ടുപേരെയും വിളിച്ചു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് അറിവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ബഹുസ്വരതയാണ്. ഈ ബഹുസ്വരതയ്ക്കപ്പുറത്ത് മറ്റൊരു വലിയൊരു അടയാളപ്പെടലുണ്ട്. അത് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ അവരെ ഓർത്തിരിക്കുവാൻ പാകത്തിൽ അവരെൻ്റെ മനസ്സിൽ കയ്യൊപ്പ് പതിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാകാം. CH-ൻ്റെ മകനാണ് 24 മണിക്കൂറും എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. എൻ്റെ മകനെ പോലെ തന്നെ ഒപ്പം ഉണ്ടായിരുന്നു. പോരാ നേരത്ത് ഞാൻ ആ കുട്ടിയിൽ കണ്ട ഏറ്റവും മികച്ചൊരു ഗുണം വിജയത്തിൻ്റെ അടയാളമാണ്. അവനൊരു സക്സസ്ഫുൾ കുട്ടിയാണെന്ന് ഞാൻ തിരിച്ചു നാട്ടിൽ വന്നിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ റീസൺ 80കളിലൊക്കെ അല്ലെങ്കിൽ 80കൾക്ക് മുമ്പ് ഒരു ലോകത്തിലെ വിജയി അടയാളപ്പെടുത്തിയിരുന്നത് IQ വഴിയാണ്, ഇൻ്റലിജൻസ് കോഷ്യൻറ്റ്. നല്ല IQ ഉണ്ടെങ്കിൽ ആൾ കൊള്ളാം. അർജന്റീനയുടെ തലസ്ഥാനം എന്ത് ബ്യൂണസ് അയേഴ്സ്, ചിലിയുടേത് എന്ത് സാന്റിയാഗോ, പെറുവിൻ്റെ എന്ത് ലിമ, ക്യൂബയുടേത് എന്ത് ഹവാന, എന്ത് ചോദിച്ചാലും ഉത്തരം പറഞ്ഞാൽ പറയും ഇവനാൾ പുലിയാണ്, ഇവന് ഭയങ്കര നോളജാണ്, ഇവൻ മിടുക്കനാണ്, നല്ല IQ-ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. അർജന്റീനയുടെ എന്ത് ബ്യൂണസ് അയേഴ്സ്, ചിലിയുടെ എന്ത് സാന്റിയാഗോ, പെറുവിൻ്റെ എന്ത് ലിമ, ചിലിയുടെ എന്ത് നിങ്ങളോടല്ലേ സാന്റിയാഗോ നേരത്തെ പറഞ്ഞത് എന്നവൻ പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു വേണ്ട, ഇവൻ്റെ IQ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഐ ടോൾഡ് യു ഏർലിയർ ഇറ്റ് വാസ് സാന്റിയാഗോ എന്ന് വിനയത്തോട് അവന് പറയാൻ കഴിഞ്ഞാലേ അവൻ്റെ IQ സമൂഹത്തിന് ഉപകരിക്കൂ. അങ്ങനെ ലോകം മനസ്സിലാക്കിയ IQ മാത്രം പോരാ, ഈ നല്ലൊരു EQ, ഇമോഷണൽ കോഷ്യൻ. ഹി ഷുഡ് ഹാവ് എ വണ്ടർഫുൾ EQ പാറ്റേൺ ഇൻ ഹിസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ്. ഇമോഷണൽ കോഷ്യൻ ഉണ്ടാവണം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ലോകം വല്ലാതെ കോർപ്പറേറ്റായി മാറിപ്പോയപ്പോൾ വലിയ കമ്പ്യൂട്ടറിൻ്റെ ബട്ടണുകളിൽ വിരലമർത്തി തലച്ചോറ് വലുതാക്കി പോകുന്നതിനിടയിൽ സ്വന്തം മനസ്സ് വല്ലാതെ ചുരുങ്ങിപ്പോകുന്നത് അറിയാതെ പോയപ്പോൾ മതമാത്സര്യങ്ങളുടെ കോർപ്പറേറ്റ് ലോകമായി മാറിക്കഴിഞ്ഞപ്പോൾ സ്വന്തം മനസ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ വരുന്നു. ഹി ഓർ ഷീ വാസ് നോട്ട് ഏബിൾ ടു സാഷിയേറ്റ് ദെയർ ഓൺ ക്വസ്റ്റ്സ് ആൻഡ് ക്വൻസ്. അങ്ങനെ വന്നപ്പോൾ ലഹരി മരുന്നുകളുടെ ദുരുപയോഗം വന്നു. സ്വന്തം മനസ്സമാധാനം എന്ന് പച്ച മലയാളത്തിൽ പറയുന്നതില്ല. അവിടെയാണ് ലോകം തിരിച്ചറിഞ്ഞത് IQ-യും EQ-യും മാത്രം പോരാ, SQ കൂടി വേണം. SQ-വിനെ 2 തരത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പലതരത്തിൽ നിങ്ങൾക്ക് നിർവചിക്കാം. കോമൺ ആയ ആളുകൾ നിർവചിക്കുന്ന ഒന്നാണ് സ്പിരിച്വൽ കോഷ്യൻ, ആധ്യാത്മികമായ ഗുണം. പ്രാർത്ഥനകൾ, അമ്പലം, പള്ളി, മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാകാം. സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന ആ നിർവചനത്തിൽ അത്ര കണ്ട് താല്പര്യമില്ലാത്തവർക്ക് വേർതിരിഞ്ഞ് തന്നെ മറ്റൊരു കോഷ്യൻ, അതും ഇതിൻ്റെലോട്ടുള്ള വഴികാട്ടി തന്നെ, സോഷ്യൽ കോഷ്യൻ എന്നും ഇതിനെ നിർവചിക്കാം. 3 മാസത്തിൽ ഒരിക്കലൊരു കുപ്പി രക്തം കൊടുക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരയുന്നവൻ്റെ കണ്ണുനീർ തുറയ്ക്കുക, ഒപ്പം ജീവിക്കുന്ന മറ്റൊരു മനുഷ്യൻ്റെ മുഖത്തൊരു ചിരി വിടർത്തുവാൻ നിങ്ങളുടെ പ്രവൃത്തിക്ക് വാക്കിന് കഴിയുക, വിശക്കുന്നവൻ ഒരു പൊതി ചോറ് കൊടുക്കുക, അതൊക്കെ തന്നെ ഏറ്റവും മഹത്തായ സോഷ്യൽ കോഷ്യൻറ്റുകളാണ്. അത് സ്പിരിച്വൽ കോഷ്യൻറ്റിനോടൊപ്പം ഒക്കുന്നവയാണ്. പക്ഷെ ഇന്നത്തെ ലോകത്തിൽ എൻ്റെ മക്കളെ SQ-യും EQ-യും IQ-യും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട മറ്റൊരു കോഷ്യൻറ്റിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. ഇന്ന് വിജയിയെ തീരുമാനിക്കുന്ന, വിജയിയെ അടയാളപ്പെടുത്തുന്ന ആ കോഷ്യൻറ്റ് RQ എന്നതാണ്. വർത്തമാനകാലത്തിൽ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗ്രോത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസവും കൊണ്ട് ഭാഗ്യം ചെയ്തവരാണെന്ന് പ്രിയപ്പെട്ട CH പറഞ്ഞപ്പോൾ ഞാൻ തുടങ്ങിയത് തന്നെ അതിനെ എതിർത്തുകൊണ്ടാണെങ്കിലും അത്തരം ഒരുപാട് അഡ്വാൻറ്റേജുകൾ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഡിസഡ്വാൻറ്റേജുകൾ ഒപ്പം ഉണ്ടാകുന്നു. അതിലൊന്ന്, ഈ സാങ്കേതിക വിദ്യ നിങ്ങളുടെ RQ-വിനെ തടസ്സപ്പെടുത്തുന്നു പലപ്പോഴും എന്നുള്ളതാണ്. എന്താണ് RQ എന്ന് ചോദിച്ചാൽ, ബോറടിക്കുന്നോ നിങ്ങൾക്ക്? കേട്ടില്ല. യെസ് ഓർ നോ? നോ. പക്ഷെ നിങ്ങൾ നാളെ ഇവിടെ ഇല്ലാത്ത ഒരാളിനോട് പോയി ആ GS പ്രദീപ് ഭയങ്കര ബോറായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മുമ്പിൽ ഞാൻ തോറ്റില്ലേ? തോറ്റു. ഇനി ഞാൻ ഈ ഉച്ചയ്ക്ക് ഇവിടെ വന്ന് നിന്ന് നട്ടുച്ചയ്ക്ക് നിങ്ങളെ ഭീകരമായി ബോറടിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ ഹിസ്പാനിയോളിക് സംസ്കാരത്തിൻ്റെ ഭാഗമായ സാമുവൽ കോസിമോദോ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് കത്തിവെച്ച് നിങ്ങളെ കൊന്നിരുന്നുവെങ്കിൽ, എങ്കിലും നാളെ ഇന്നിവിടെ ഇല്ലാത്ത ഒരാളിനോട് നാളെ നിങ്ങൾ പോയി GS പ്രദീപ് ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മുമ്പിൽ ഞാൻ ജയിച്ചു. അപ്പോൾ അടിസ്ഥാനപരമായി എൻ്റെ വിജയത്തെയും തോൽവിയെയും തീരുമാനിക്കുന്നത്
എൻ്റെ ഐക്യവും ഇക്യവും എസ്ക്യൂവും ഞാനിവിടെ പ്രകടിപ്പിക്കുന്ന അധ്വാനമോ പ്രതിഭയോ കഴിവോ വൊക്കാബുലറിയോ ഒന്നുമല്ല. നിങ്ങൾ എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് എന്തു പറയുന്നു എന്നതാണ് അൾട്ടിമേറ്റ്ലി എൻ്റെ വിജയത്തിനെ പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് നല്ലത് പറയാൻ എൻ്റെ പ്രതിഭ മാത്രം പോരല്ലോ. നമ്മൾ തമ്മിൽ എന്തുണ്ടാവണം? ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. വേണ്ടേ? യെസ് ഓർ നോ? നമ്മൾ തമ്മിൽ ഉണ്ടാകുന്ന നല്ല റിലേഷൻഷിപ്പാണ് എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കുന്നത്. നമ്മൾ തമ്മിൽ മാത്രമല്ലല്ലോ, ഭാര്യയും ഭർത്താവും തമ്മിൽ, രക്ഷകർത്താക്കളും മക്കളും തമ്മിൽ മാത്രമല്ലല്ലോ, രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ലല്ലോ, പ്രസ്ഥാനങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, വിശ്വാസിയും മതസ്ഥാപനവും തമ്മിൽ മാത്രമല്ലല്ലോ, നമ്മളും നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയും തമ്മിൽ, ഇവിടുത്തെ മണ്ണും പുഴയും ആകാശവും തമ്മിൽ, നിങ്ങളും പുസ്തകവും തമ്മിൽ, നിങ്ങളും അറിവ് എന്ന ഏറ്റവും ശക്തമായ വാക്കും തമ്മിൽ ഉണ്ടാക്കുന്ന പാരസ്പര്യം, പരസ്പര ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകൾ, റാപ്പോ, ഇത് തന്നെയാണ് നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. You should be able to create wonderful relationships and you should be able to maintain the positive aspects of each and every relationship. ഏറ്റവും വർണ്ണാഭമായ മികച്ച ആത്മബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും അത് കൃത്യമായി വളർത്തുവാനും നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ പരസ്പര പൂരകമായ മനുഷ്യർ ചേർന്നുണ്ടാകുന്ന ഒരു സമൂഹത്തിലെ ഇണങ്ങിച്ചേരുന്ന കണ്ണിയായി മാറുന്നത്. ഇണങ്ങിച്ചേരുന്ന കണ്ണിയാകണം. അമൃതയ്ക്ക് ഇല്ലാത്തതുള്ളത് ശാരികയ്ക്കും, ശാരികയ്ക്കില്ലാത്തത് അറിയാവുന്നത് റാഷിദിനും, റാഷിദിന് കഴിയാത്തത് കഴിയുന്നത് അമൃതയ്ക്കും ആകുമ്പോഴാണ് ചങ്ങലക്കൊളുത്തിലെ കണ്ണികൾ പോലെ മനുഷ്യർ ഒരുമിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന കോംപ്ലിമെൻ്ററി, പരസ്പര പൂരകങ്ങളായി മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതിന് ഏറ്റവും മികച്ച ബന്ധങ്ങൾ പ്രകൃതിയോട്, മണ്ണിനോട്, മനുഷ്യനോട്, പുസ്തകത്തിനോട്, അധ്യാപകരോട്, രക്ഷകർത്താക്കളോട്, സുഹൃത്തുക്കളോടൊക്കെ ഏറ്റവും ശരിയായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും സത്യസന്ധമായ റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാൻ, അത് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങളുടെ RQ റിലേഷൻഷിപ്പ് കോഷ്യൻ ഉയരുന്നത്. നല്ല വാക്കുകൾക്ക് ഉടമകളായി നിങ്ങൾ മാറുന്നത്. അവസാനിപ്പിക്കുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും കേൾക്കാൻ, സഹിക്കാൻ തയ്യാറായ അമൃതയോട് ഞാൻ അധികരിച്ച് സംസാരിച്ചുവെങ്കിൽ അതിന് അമൃതയോടുള്ള എൻ്റെ ഖേദം കൂടി രേഖപ്പെടുത്തുന്നു. സാൽവദോർ ദാലി മഹാനായ ചിത്രകാരനായിരുന്നു, കിറുക്കനുമായിരുന്നു. എല്ലാ പ്രതിഭകൾക്കും കിറുക്കുണ്ടെന്നാണ് വയ്പ്. ഡാലി അദ്ദേഹത്തിൻ്റെ ഡയറിക്കുറിപ്പിൽ എഴുതി, അതിരാവിലെ പ്രഭാതത്തിൽ ഒരു കരിയിലകൾ നിറഞ്ഞ വഴിയിലൂടെ ഞാൻ പ്രഭാത സവാരിക്കിറങ്ങി പുറപ്പെട്ടു. കരിയിലകൾക്കിടയിൽ ഒരു തിളക്കം കണ്ടു. രത്നം വല്ലതുമാകുമെന്ന കരുതി കൊതിയോടെ ഓടിച്ചു നെടുക്കാൻ പോയപ്പോൾ ആകാശത്ത് നിന്ന് പോയ രാത്രിയിൽ താഴേക്ക് അടർന്നു വീണ ഒരു നക്ഷത്രത്തിൻ്റെ തുണ്ടായിരുന്നു അത്. ഞാൻ ആ നക്ഷത്രത്തിനെ എൻ്റെ കുപ്പായത്തിൻ്റെ കീശയിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ ഒരു സ്ഫടികപാത്രത്തിൽ ആ നക്ഷത്രത്തെ ഞാൻ നിക്ഷേപിച്ചു. പിന്നീട് എൻ്റെ വീട്ടിൽ എനിക്ക് കൃത്രിമ വിളക്കുകൾ പ്രകാശിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഈ നാടിൻ്റെ വൈജ്ഞാനിക അന്തരീക്ഷത്തിൽ നിങ്ങളെ സൂക്ഷിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഫടികപാത്രമാണ് അസറ്റ് എന്ന് മനസ്സിലാക്കാനും അറിയാനുമാണ് ഈ ദിവസം, ഈ പകൽ ഞാൻ ആഹ്ലാദത്തോടെ ഇവിടെ എത്തിച്ചേർന്നത്. ഈ സ്ഫടികപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന നിങ്ങളാകുന്ന നക്ഷത്ര കുഞ്ഞുങ്ങൾ നാളെ ഈ നാടിൻ്റെ ആകാശത്തിലെ സ്വയം പ്രകാശിക്കുന്ന ദീപങ്ങളായി മാറും എന്നതും എനിക്കറിയാം. തെലുങ്കിൽ ചാനലിൽ കരാറൊപ്പിടുമ്പോൾ എനിക്ക് തെലുങ്കിലൊരു വാക്കുപോലും അറിയില്ല. കരാറൊപ്പിട്ട് വലിയൊരു ചെക്കും വാങ്ങിച്ച് പോക്കറ്റിലിട്ട് മടങ്ങാൻ നേരത്താണ് ആ ചാനലിൻ്റെ ചെയർമാൻ പറയുന്നത്, മിസ്റ്റർ പ്രദീപ്, വി വിൽ സ്റ്റാർട്ട് ദ ഷൂട്ടിംഗ് ഇൻ അനദർ 15 days. പകച്ചുപോയി എൻ്റെ ബാല്യം. കാരണം എനിക്കൊരു തെലുങ്ക് വാക്കുപോലും അറിയില്ല. 15 ദിവസം കഴിഞ്ഞാൽ തെലുങ്കിൽ പ്രോഗ്രാം ചെയ്യണം. ആ ചെക്കൊപ്പിട്ട് പറഞ്ഞ ചെയർമാൻ ഇന്ന് ആ നാടിൻ്റെ മുഖ്യമന്ത്രി കൂടെയാണ്, ജഗൻമോഹൻ റെഡ്ഡി. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള ചാനലിലായിരുന്നു അന്ന് തെലുങ്കിൽ ചെയ്തത്. പക്ഷെ 15 ദിവസം കൊണ്ട് ചെക്ക് നമ്മളെ എന്തും പഠിക്കാൻ പ്രേരിപ്പിക്കുമല്ലോ. അങ്ങനെ തെലുങ്കൊക്കെ പഠിച്ച് ശുഭകാര്യനായി പ്രാരംഭിച്ച് മുന്തുക്കന്നെ തെളിപ്പതാലോക നമസ്കരിച്ച് ഇതൊക്കെ പറഞ്ഞ് തെലുങ്കിൽ തന്നെ പ്രോഗ്രാമൊക്കെ ചെയ്തു. അവിടെ ചെന്നപ്പോൾ ആദ്യം പഠിച്ചത് ഒരു 4 വരി കവിതയാണ്. ശ്രീശ്രീ എന്ന ശ്രീരംഗം ശ്രീനിവാസലുവിൻ്റെ 4 വരി കവിതയാണ്. നേനു സൈതം പ്രപഞ്ചാഗ്നിക്ക് സവിതനൊക്കട്ടി യാഹുദിച്ചാനു, നേനു സൈതം വിശ്വവൃഷ്ടിക്ക് അശ്രു ഒക്കട്ടി ധാര പോശാനു എന്നാണ്. അല്ല, മനസ്സിലായ? ഇല്ല, എനിക്കും കേട്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെ പഠിച്ചപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. മനസ്സിലാക്കിയപ്പോൾ അത് കൊള്ളാം. അത് പറയാതെ എങ്ങനെയാണ് അസറ്റിൻ്റെ ഈ വലിയ കൂട്ടായ്മയിൽ ഞാൻ അവസാനിപ്പിക്കുക? അതിൻ്റെ അർത്ഥം ഇതാണ്: നേനു സൈതം പ്രപഞ്ചാഗ്നിക്ക് സൈതനൊക്കട്ടി ആഹുദിച്ചാനു,
പ്രപഞ്ചത്തിൽ വരാൻ പോകുന്ന മഹത്തായ അഗ്നിക്ക് മുന്നോടിയായി ഞാനൊരു ചെരാത് കൊളുത്താം. നേനു സൈതം വിശ്വവൃഷ്ടിക്ക് അശ്രു ഒക്കട്ടി ധാര പോശാനു, പ്രപഞ്ചത്തിൽ പെയ്യാനിരിക്കുന്ന വിശ്വവൃഷ്ടി മഹാമഴയ്ക്ക് മുന്നോടിയായി ഞാനൊരു തുള്ളി കണ്ണുനീരൊഴുക്കാം എന്നാണ് വരികൾ. അസറ്റിൻ്റെ ഈ ടാലൻസ് മീറ്റ് 2024 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഈ നാടിൻ്റെ ഭൂമികയിൽ, അറിവിൻ്റെ ഭൂമികയിൽ നിന്ന് സമഭാവനയോടെ വിവേചനങ്ങളില്ലാതെ വിസ്ഡം എന്ന വാക്കിനെ ഉൾക്കൊണ്ട് അറിവിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള യാത്രയുടെ മഹാവഴിത്താരകളിൽ സ്വയം ദീപങ്ങളായി മാറുന്ന ഈ കുട്ടികൾ നാളെ ഈ നാട്ടിൽ ഉണ്ടാക്കും അറിവിൻ്റെ മഹത്തായ അഗ്നികുണ്ഠം എന്നെനിക്ക് സംശയമില്ല. നാളെ നിങ്ങൾ ഒരുമിച്ചൊരുക്കാനിരിക്കുന്ന മഹത്തായ ആ അഗ്നി ജ്വാലയിൽ ആളുന്ന ആ നാളത്തിൻ്റെ ചൂട് അന്തനുഭവിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന ആശങ്ക കൊണ്ട് നിങ്ങളൊരുക്കാൻ പോകുന്ന വിജ്ഞാനത്തിൻ്റെ മഹാഗ്നിക്ക് മുന്നോടിയായി കൊളുത്തിവെച്ച ഒരു വെറും മൺചെരാത് മാത്രമാണ് ഈ മധ്യാഹ്നത്തിൽ പറഞ്ഞ വാക്കുകൾ എന്നോർമ്മിപ്പിച്ച് നാളെ ഈ നാട്ടിൽ നിങ്ങൾ പെയ്യിക്കുവാനിരിക്കുന്ന വിജയത്തിൻ്റെ, നന്മയുടെ, മനുഷ്യസ്നേഹത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ മഹാമഴയുണ്ടാകുമല്ലോ. അജ്ഞാനത്തിൻ്റെ തൂർത്ത കരിമ്പടങ്ങൾ വിരിക്കുന്ന ആകാശത്തിൽ നിന്നും താഴേക്ക് വെൺമേഘങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി കാർമേഘങ്ങളെ കഴുകി മാറ്റി നിങ്ങൾ പെയ്യിക്കുവാനിരിക്കുന്ന അറിവിൻ്റെ മഹാമഴ പെയ്ത്തുണ്ടാകുമല്ലോ. ആ മഴയിൽ അന്ന് നനയാൻ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന ഭയം കൊണ്ട്, ആശങ്ക കൊണ്ട് ചഞ്ചലമാകാത്ത നെഞ്ചിരിപ്പിൻ്റെ രണ്ടാവർത്തനങ്ങൾ പരസ്പരം ഉരച്ച് നിങ്ങളൊരുക്കുന്ന മഴയ്ക്ക് മുന്നോടിയായി ഞാനൊഴുക്കുന്ന ഒരു തുള്ളി കണ്ണുനീർ മാത്രമാണ് ഈ പറഞ്ഞുപോയ വാക്കുകൾ എന്നോർമ്മിപ്പിച്ച് നിങ്ങളുടെ അഗ്നിക്ക്, നിങ്ങളുടെ മഴയ്ക്ക് എൻ്റെ ചെരാതും എൻ്റെ കണ്ണുനീരും പകരം തന്ന് സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ അടച്ചു വയ്ക്കുന്നു ഞാൻ എൻ്റെ വാക്കിൻ്റെ പുസ്തകം സ്നേഹം.